സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് മലപ്പുറം കോട്ടക്കലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച ശേഷം റോഡിൽ ഉപേക്ഷിച്ചു. കോട്ടക്കൽ സ്വദേശി സഹദിനാണ് മർദ്ദനമേറ്റത്. കേസിൽ 12ഓളം പേർ ഉൾപ്പെട്ടതായി പോലീസ് പറഞ്ഞു. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഇന്നലെ രാത്രി കോട്ടക്കലിലെ വീട്ടിൽ നിന്ന് സഹദിനെ ഒരു സംഘം കൂട്ടിക്കൊണ്ടുപോയത്. പിന്നാലെ ബലമായി കാറിൽ കയറ്റി കോടശ്ശേരിപ്പാറ ഭാഗത്തേക്ക് കൊണ്ടുപോയി. കാറിലുണ്ടായിരുന്ന ആളുകൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് സഹദിനെ മർദ്ദിച്ചു. സ്വർണ്ണക്കടത്ത് വിവരം കസ്റ്റംസിന് ചോർത്തിക്കൊടുത്തുവെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. പിന്നീട് ഫോണിൽ വീട്ടുകാരെ ബന്ധപ്പെട്ട് അക്രമികൾ 1 കോടി രൂപ തന്നാൽ സഹദിനെ വിട്ടയക്കാമെന്ന് അറിയിച്ചു. വിവരമറിഞ്ഞ കോട്ടക്കൽ പോലീസ് തെരച്ചിൽ തുടങ്ങിയതോടെ സഹദിനെ ചങ്കുവെട്ടിയിൽ ഉപേക്ഷിച്ച ശേഷം സംഘം രക്ഷപ്പെട്ടു. സഹദിനെ വീട്ടിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് നമ്മുടെ കോട്ടൂർ പള്ളിയെടുത്ത് താമസിക്കുന്ന നൗഫലും അവൻ്റെ ചേട്ടനൊരു ബാബു മുഹമ്മദ് ഇഷ എന്ന് പറയും. അവർ രണ്ടുപേരും പിന്നെ കണ്ടാലറിയാൻ നേണ്ട 12ഓളം പേര് ചേർന്നിട്ട് അവരെ വണ്ടിക്കകത്ത് പിടിച്ച് ബലമായിട്ട് കയറ്റിക്കൊണ്ട് പോവുകയും കൊടശ്ശേരിപ്പാറയുള്ള ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവനെ കാര്യമായി ഉപദ്രവിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അവൻ്റെ തലയ്ക്കും പുറത്തും ഒക്കെ പരിക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അവർ തമ്മിലുള്ള എന്തോ സാമ്പത്തികത്തോടെ ബന്ധപ്പെട്ട് കിട്ടാനുള്ള കാശ് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആക്ഷേപം പറഞ്ഞിരിക്കുന്നതിനകത്ത്. അത് കൂടുതൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. പ്രതികൾ എല്ലാവരും അബ്സ്കോണ്ടിങ് ആണ്. തലയ്ക്കും കണ്ണിനും പരിക്കേറ്റ സഹദ് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോട്ടക്കൽ കോട്ടൂർ പള്ളിക്ക് സമീപം താമസിക്കുന്ന നൗഫൽ, സഹോദരൻ ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു. നൗഫലിനെയും ബാബുവിനെയും അന്വേഷിച്ച് വീട്ടിലെത്തിയ പോലീസ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ച സഹോദരൻ നവീലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിലുള്ള പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. 24 മലപ്പുറം.